സംസ്ഥാനം PMC പദ്ധതിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചാൽ ആ പദ്ധതിയിൽപ്പെട്ട സ്കൂളുകൾ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലോ മാർഗനിർദ്ദേശത്തിലോ ആയിരിക്കും. MOUവിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ഇനി NEP വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് സമ്മതമാണ് എന്ന് സംസ്ഥാനം കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കുന്ന ഒരു കരാറാണ് MOU. അപ്പോൾ അത്തരം സ്കൂളുകളിൽ NCERTയുടെ പാഠപുസ്തകങ്ങളും അവർ നിശ്ചയിക്കുന്ന ഇന്ത്യൻ വിജ്ഞാന സമ്പ്രദായം അഥവാ IKS അടങ്ങിയ സിലബസും നടപ്പിലാക്കാൻ ആ സ്കൂളുകൾ ബാധ്യസ്ഥരായിരിക്കും. ഇവിടെ സംസ്ഥാന സർക്കാരിന് അത് തടയാൻ ഒരിക്കലും കഴിയില്ല. ഇങ്ങനെ വരുമ്പോൾ രണ്ട് തരത്തിലുള്ള കരിക്കുലം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകും. കേന്ദ്രീകൃത വിദ്യാഭ്യാസ കരിക്കുലവും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന കരിക്കുലവും. ഇവിടെയാണ് സംസ്ഥാന സർക്കാർ പറയുന്ന ഏറ്റവും വിചിത്രമായൊരു വാദമുള്ളത്. MOUവിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ സിലബസുകളെ സംസ്ഥാനത്ത് പഠിപ്പിക്കാൻ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പുവെക്കുന്നത്. MOUവിൽ ഒപ്പുവെക്കുന്നത് അത്തരം NEP സിലബസുകളെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അനുവാദമാണ് എന്നുള്ളതാണ്. അനുവാദം കൊടുത്ത ഒരു കരാറിനെ എങ്ങനെയാണ് ഇവർ എതിർക്കുന്നത്? കാരണം കേരളത്തിൽ നിലനിൽക്കുന്ന കരിക്കുലത്തിലേക്കല്ല NEP വിദ്യാഭ്യാസം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അത് PMC സ്കൂളുകളിലേക്കാണ്. അത് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ കൃത്യമായി ഒപ്പിട്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായി ഈ നടപടി പൂർത്തിയാക്കുകയാണെങ്കിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്ന വാദം തെറ്റാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിന് സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റങ്ങൾ വരുത്താൻ ഒരിക്കലും കഴിയില്ല. സംസ്ഥാനത്ത് PMC പദ്ധതിയിൽ ചേരാത്ത ബാക്കി സ്കൂളുകൾ, ആ സ്കൂളുകൾ എപ്പോഴും സംസ്ഥാന സിലബസ് തന്നെയായിരിക്കും പിന്തുടരുന്നത്. സംസ്ഥാന സർക്കാർ അത്തരം സ്കൂളുകളിൽ NCERTയുടെ സിലബസ് നിർബന്ധമാക്കാതെ സ്വന്തമായി തയ്യാറാക്കിയ മതേതരവും ശാസ്ത്രീയവുമായ സിലബസ് തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത്. ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ PMC പദ്ധതിയുടെ ഭാഗമായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഐതിഹ്യങ്ങളും മിത്തുകളും ഒഴിവാക്കി ശാസ്ത്രീയമായ വിജ്ഞാനം മാത്രം കുട്ടികൾക്ക് നൽകാൻ സർക്കാരിന് സാധിക്കും. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ദ്വന്ദ്വ അവസ്ഥ സൃഷ്ടിക്കും. അതായത് രണ്ട് ഭാഷാ സമ്പ്രദായത്തെ സൃഷ്ടിക്കും. ഒരേ സംസ്ഥാനത്ത് ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ രണ്ട് തരത്തിലുള്ള ചരിത്രവും വിജ്ഞാനവുമാണ് പഠിക്കേണ്ടി വരിക. ഒരു കുട്ടി PMC സ്കൂളുകളിൽ പോയി പുഷ്പക വിമാനത്തെയും സവർണ ചരിത്രത്തെയും കുറിച്ച് പഠിക്കുമ്പോൾ മറ്റൊരു കുട്ടി സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ പോയി ശാസ്ത്രീയമായ ചരിത്രവും വൈവിധ്യത്തെയും കുറിച്ച് പഠിക്കുന്നു. ഇത് ഭാവിയിൽ കുട്ടികൾക്കിടയിൽ വലിയൊരു വിജ്ഞാന വിശ്വാസ വിടവ് സൃഷ്ടിക്കും. അവരുടെ ചിന്തകളിൽ, അവരുടെ രാഷ്ട്രീയത്തിൽ, അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് പ്രതിഫലിക്കും. ഒരേ കാലഘട്ടത്തെ രണ്ട് രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ പോലും വലിയ ആശയക്കുഴപ്പം ഉണ്ടായേക്കും. പക്ഷെ PMC പദ്ധതിയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ തന്നെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഈ കാവ്യവൽക്കരണ സിലബസിലേക്ക് ആകർഷിക്കപ്പെടുകയും അല്ലെങ്കിൽ നിർബന്ധിതരാകുകയും ചെയ്യും. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാമൂഹികപരമായ ആശങ്കകൾ പലരും പറയുന്നത്. ഇവിടെ പ്രധാനമായും നമ്മുടെ സംസ്ഥാനം പറയുന്നത് കരിക്കുലത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് സിലബസുകളിൽ തൊടാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അത് തെറ്റാണെന്നാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. ഇനി അതിന് ശക്തമായി എതിർക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റിന്റെ മുത്തലാഖ് ബില്ലിൽ പാർലമെന്റ് കാണാതെ കല്യാണ പന്തലിലേക്ക് പോയ ആളുകളാണ് ഇവരൊക്കെ എന്നുള്ളത് നാം മറന്നു പോകരുത്. ഇവരുടെ വാക്കുകളിലൊക്കെ എത്രത്തോളം വിശ്വാസമുണ്ട് എന്ന് ഭരിക്കുന്ന വിഭാഗത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് മുഴുവൻ RSS വൽക്കരിക്കപ്പെട്ട ഒരു ഗവൺമെന്റാണ് ഇത് പറയുന്നത് എന്ന് പോലും നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം. സത്യപ്രതിജ്ഞാ വേദിയിൽ കണ്ടതും അത് തന്നെയാണ്. വന്ദേമാതരം മുഴുവനായിട്ട് പാടണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ലാതിരിക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് വിധേയപ്പെട്ടുകൊണ്ട് അത് പൂർണ്ണമായും പാടിയ നമ്മുടെ സർക്കാരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങളെക്കുറിച്ച് എതിർക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ വീണ്ടും 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 പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്നവരെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. ചന്ദ്രയാന്റെയും ശാസ്ത്ര ഗവേഷണ പുരോഗതിയുടെയും കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ മക്കൾ, അതായത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കൾ നാളെ സ്കൂളുകളിൽ പോയി ചരിത്രത്തോടൊപ്പം പുഷ്പക വിമാനവും ഭൂമിദേവതയെക്കുറിച്ചും പഠിക്കേണ്ടി വന്നാൽ എങ്ങനെയുണ്ടാകും?
ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? PMC സ്കൂളുകൾ നടപ്പിലാക്കുന്ന ഇന്ത്യൻ വിജ്ഞാന സമ്പ്രദായം അഥവാ IKS-ൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ നമ്മൾ കണ്ടേ തീരൂ. എന്താണ് ഈ IKS? RSSന്റെ ദീർഘകാല വീക്ഷണവും അവരുടെ ലക്ഷ്യവും ഒളിഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. ഇതിൽ പറയുന്നതനുസരിച്ച് പുരാതന ഭാരതത്തിന്റെ ഗണിതവും ജ്യോതിശാസ്ത്രവും വാസ്തുവിദ്യയും വേദവും ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. കേൾക്കുമ്പോഴൊക്കെ നല്ലതായി തോന്നും. പക്ഷെ ഇതിന്റെ പേരിൽ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും നിർബന്ധമാക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് മുസ്ലിം മദ്രസ വിദ്യാഭ്യാസ പഠനത്തെ സാരമായി ഇത് ബാധിക്കും. വേദപഠന രീതിയിലേക്ക് ഈ സിലബസ് വരും വർഷങ്ങളിൽ മാറിയാൽ അത് ചാതുർവർണ്ണത്തിന്റെ മനുവാദ രാഷ്ട്രീയത്തിന്റെ രീതിയിലേക്ക് നമ്മുടെ കേരളത്തെയും മാറ്റിമറിക്കും. വേദപഠനം അന്യമായിരുന്ന ഒരു കാലഘട്ടത്തേക്ക് കേരളത്തെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കൊണ്ടുവെക്കരുത്. ഇത് നമ്മുടെ മക്കളുടെ വിശ്വാസത്തെ ബാധിക്കും. ഇസ്ലാം മതം കർക്കശമായ ഏകദൈവ വിശ്വാസത്തിലും ഖുർആനിക പ്രമാണങ്ങളിലും അധിഷ്ഠിതമാണ്. അവിടെ പുരാണത്തിലെ മിത്തുകൾക്കും ദൈവസങ്കല്പങ്ങൾക്കും യാതൊരുവിധ അടിസ്ഥാനവുമില്ല. സ്കൂൾ പുസ്തകത്തിൽ ഇതൊക്കെ ചരിത്രം എന്ന പേരിൽ പഠിക്കുമ്പോൾ ഒരു മുസ്ലിം കുട്ടിക്ക് അത് തൻ്റെ വിശ്വാസവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയുണ്ടാകും. രണ്ടാമതായി, ഇത് ഒരു തരം സാംസ്കാരിക അധിനിവേശം കൂടിയാണ്. ചരിത്രത്തെ മുഴുവൻ വേദകേന്ദ്രീകൃതമായി മാത്രം കാണുമ്പോൾ, സിന്ധു നദീതര സംസ്കാരത്തെ സിന്ധു സരസ്വതി എന്ന് പണിയുമ്പോൾ ഇവിടെ ഇല്ലാതെയായി പോകുന്ന ദളിത് ആദിവാസി വിഭാഗങ്ങളുടെയും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെയും ചരിത്രപരമായ സംഭാവനകളാണ്. ഭരണഘടന നമുക്ക് നൽകുന്നത് മതേതര വിദ്യാഭ്യാസമാണ്. അവിടെ ഒരു പ്രത്യേക മതത്തിന്റെ മിത്തുകൾ മാത്രം ചരിത്രമായി പഠിപ്പിക്കുന്നത് കുട്ടികൾക്കിടയിൽ വലിയ മാനസിക അകലമുണ്ടാക്കും. നമ്മുടെ മക്കൾക്ക് വേണ്ടത് ശാസ്ത്രീയമായ അറിവാണ്, അന്ധവിശ്വാസങ്ങളെയല്ല. ഈ പാഠ്യപദ്ധതിയിലെ അജണ്ട എന്താണെന്ന് നാം തിരിച്ചറിയണം. ഒരേ നാട്ടിൽ ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ രണ്ട് തരത്തിലുള്ള ചരിത്രം പഠിക്കുന്നത് ഭാവിയിൽ വലിയൊരു വിടവ് സൃഷ്ടിക്കും. വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ പറയും. നമ്മുടെ മക്കളുടെ പാഠപുസ്തകങ്ങളിൽ ഇങ്ങനെയൊരു മാറ്റം നിങ്ങൾ ആവശ്യമായി കാണുന്നുണ്ടോ? ഇവിടെ ഒരു RSS വൽക്കരിക്കപ്പെടുന്നൊരു വിദ്യാഭ്യാസ സമ്പ്രദായം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ.